വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കായ വറുത്തതിൻ്റെ കുറച്ച് പച്ചക്കായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പഴുപ്പിക്കാനായിട്ട്. അപ്പം മക്കൾക്ക് സ്കൂളുകളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴംപൊരി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചായയുടെ പലഹാരമാണ് പഴംപൊരി. അപ്പം പഴം എടുത്ത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അപ്പം തീരെ നൈസായിട്ട് അരിഞ്ഞാൽ മതി, ഒരുപാട് കട്ടിയിൽ അരിയണ്ട. അപ്പം ചെറുത് ഞാൻ ഭയങ്കര വലിപ്പമായ കാരണം രണ്ടായിട്ട് കീറി ഇടുന്നുണ്ട്, വട്ടം കണ്ടിച്ച് രണ്ടായിട്ട് ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ പഴം എല്ലാം നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് പഴം കൂടുതലുണ്ട്, അത് തന്നെ മൈദ കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ഇനി കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് ഒരു നുള്ള ജീരകം ഇട്ട് കൊടുക്കാം, പിന്നെ എള്ള് ഇട്ട് കൊടുക്കാം, പിന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല, പഞ്ചസാര ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മളത് വെള്ളം ഒഴിച്ച് ഏകദേശം ദോശയുടെ പരുവത്തിൽ മാവ് കലക്കിയെടുക്കുക. അതേപോലെ മാവ് റെഡി ആയിട്ട് ഇനി ചീനച്ചട്ടിയിലേക്ക് നമുക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം സാധാരണ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വളരെയധികം വിലയായ കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് പാം ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം മാവിലേക്ക് ഓരോ പഴം നമുക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ പഴം മുക്കി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മാവ് പഴത്തിൽ പിടിക്കില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മക്കൾ വരുന്നതിന് മുമ്പ് അവർക്കുള്ള പഴം പൊരി ഇവിടെ റെഡിയാക്കുകയാണ് ഞാൻ. അപ്പോൾ മാവ് പഴത്തിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ പയ്യെ ഒന്ന് ഊറ്റിക്കഴിഞ്ഞ ശേഷം നമുക്ക് എണ്ണ വാലാനായിട്ട് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം ബാക്കിയുള്ള പഴം നമുക്ക് മാവിൽ മുക്കി ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.